ഹലോ ഗൈസ്, ഇറ്റ്സ് മീ സതീഷ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് മേവർത്താണ്, കൊല്ലം മേവർത്താണ്. അതായത് ഡി മോട്ടോഴ്സ് എന്നുള്ള ഷോപ്പാണ്. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ്സ് ബൈക്സ് ആണ് ഇവിടെ അവൈലബിൾ. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ടു ആലപ്പുഴ റൂട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. മെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ 100 മീറ്റർ തൊട്ടടുത്ത് നമ്മൾ അൽഷിബ കുഴിമന്തിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ എന്താണ് ബാക്കി കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പറയാനാണ് ഞാൻ വന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഇവിടെ ജിബിക്ക് ഉണ്ട്, ഇവിടുത്തെ ഓണറാണ്. നമുക്ക് പുള്ളിയെടുത്ത് ചോദിക്കാം. ഗൈസ്, ഇതാണ് ജിബിക്ക്, നമ്മളെ ഷോപ്പിന്റെ ഓണറാണ്. നമ്മളെ ഓഡിയൻസിന് വേണ്ടി പെരുന്നാൾ പ്രമാണിച്ച് ഇവിടെ എന്തൊക്കെ ഓഫേഴ്സ് ആണുള്ളത്? പെരുന്നാൾ പ്രമാണിച്ചല്ല, നമുക്ക് എല്ലാ ഡേയ്സും ഇവിടെ ഓഫേഴ്സ് ആണുള്ളത്. പിന്നെ നമുക്ക് അതുകൂടാതെ നമുക്ക് റംസാൻ പ്രമാണിച്ച് നമുക്കിത് ഒരു മാസത്തേക്ക് പുതിയ വണ്ടി ഇറക്കും പോലെ നമുക്ക് ഒരു മാസത്തേക്ക് സർവീസ്, അതായത് 1000 കിലോമീറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തിനകത്ത് വെച്ച് ഒരു സർവീസ് കൊടുക്കാം, ഫ്രീ സർവീസ് കൊടുക്കാം. പിന്നെ അതുപോലെ ഓയിൽ ചേഞ്ചിങ് കൊടുക്കാം, പിന്നെ പോളിഷ് കൊടുക്കാം, പിന്നെ ജനറൽ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നീട് നമുക്ക് 2 month എഞ്ചിൻ വാറണ്ടി വരുന്നുണ്ട്. കൂടാതെ എന്തൊക്കെ ഓഫേഴ്സ് ആണെന്നറിയാം ഇവിടെ. അത് ഇവർ പറയുന്നുണ്ട് ഡെയിലി ഓഫേഴ്സ് ആണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വന്ന് സെക്കൻഡ്സ് ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊന്ന് മസ്റ്റായിട്ട് ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്ക്. വന്ന് നോക്കി നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രം എടുത്താൽ അല്ലേ? അതെ അതെ. നമുക്കപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ഇരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് NS 200 2018 മോഡൽ വണ്ടിയാണ്. വണ്ടി 49,000 കിലോമീറ്റർ, ഏകദേശം 50,000 കിലോമീറ്ററിനകത്ത് വണ്ടി ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 2018 സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ വണ്ടിയാണ്. നമുക്കിത് ഫൈനൽ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 78,000 രൂപയ്ക്ക് കൊടുത്തേക്കാം. ഓഫറായിട്ടാണ് നമ്മൾ ചെയ്യുന്നിരുന്നത്. 78,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ വരും. ഓക്കെ. രണ്ടാമത് വരുന്നതും NS 200 ബൈക്ക് തന്നെയാണ് വരുന്നത്. അത് വേറെ കുഴപ്പമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു കുഴപ്പമില്ല. സിംഗിൾ ഓണർ വണ്ടി. അതെ അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് തന്നെ രണ്ടാമതിരിക്കുന്ന വണ്ടി. അത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് 22,000 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഇത് തന്നെ സെയിം റേറ്റിൽ കൊടുത്തേക്കാം, 78,000 രൂപ. നമുക്ക് ഡൗൺ പേയ്മെന്റ് ആണ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ്. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വേണ്ടി സ്വന്തമാക്കാൻ പറ്റും. അടുത്ത 2021 NS തന്നെ വീണ്ടും ഒരു വണ്ടി വന്നിരിക്കുന്നത്. നമുക്ക് 2021 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഏകദേശം 22,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. ചെറിയൊരു സ്ക്രാച്ച്, മൈന്യൂട്ടായിട്ട് ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിട്ടേ കൊടുക്കൂ. അതെ 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 അതെ. എല്ലാ കാര്യങ്ങളും നീറ്റാക്കിയേ നമ്മൾ വണ്ടി വിടുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ. പിന്നെ ഏകദേശം ഇത് കസ്റ്റമർ സോൾഡ് ആയിരിക്കുന്ന വണ്ടിയാണ്, കസ്റ്റമർക്ക് കൊടുത്തു വെച്ചിരിക്കുന്ന അഡ്വാൻസ് ആയിരിക്കും. വീണ്ടും വന്നിരിക്കുന്ന ഒരു NS 200 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. അതെ അതെ. ടയേഴ്സും കാര്യങ്ങളെല്ലാം പക്കാ ആണ്. 10-75% ടയേഴ്സ് ഉണ്ട്. പിന്നെ ഡൗൺ പേയ്മെന്റ് 10,000 രൂപ അടച്ചാൽ മതി. 10,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സ്വന്തമാക്കാം. 78,000 രൂപയാണ് ടോട്ടൽ പ്രൈസ് വരുന്നത്. അടുത്ത പൾസർ വീണ്ടും വന്നിരിക്കുന്നത് പുതിയൊരു വണ്ടിയാണ്. NS 200 2024 മോഡൽ, വെറും 8,000 കിലോമീറ്റർ വണ്ടി. ഷോറൂമിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അതാണ്ടതാ നമ്മൾ ഈ എടുക്കുന്ന വണ്ടിയിൽ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമറുടെ അടുത്ത് പോയി ഡയറക്റ്റ് കസ്റ്റമേഴ്സ് പർച്ചേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതാ, ഡീലർമാരെ നമ്മൾ പർച്ചേസ് ചെയ്യില്ല, കസ്റ്റമറെ ഡയറക്റ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഇത് 2024 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അതായത് സെക്കൻഡ് സർവീസ് ഷോറൂമിൽ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് പുതിയ വണ്ടി അറിയാൻ പറ്റും. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് പ്രൈസ് വരുമ്പോഴത്തേക്ക് 1,45,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 1,40,000. അടുത്ത ഡ്യൂക്ക് 200, അതായത് യൂത്തുകളുടെ ഹരമായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഡ്യൂക്ക് 200 എന്ന് പറഞ്ഞാൽ. KTMന്റെ ഡ്യൂക്ക് 200 2021 മോഡലാണ് ഇരിക്കുന്നത് വണ്ടി. ഫ്രണ്ട് ടയർ ഒന്ന് മാറാനുണ്ട്, ബാക്കി വേറെ പ്രശ്നമൊന്നുമില്ല. ചേഞ്ച് പോക്കറ്റ് ഒക്കെ ഓക്കെ ആണ്. ടയർ ബാക്ക് ടയർ ഓക്കെ ആണ്. ഫ്രണ്ട് ടയർ മാത്രം ഒന്ന് മാറിക്കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും 1,50,000 രൂപ, 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് ഒരു 40 രൂപ. കരോടച്ച രസീത് കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 30 രൂപ, 25 രൂപ, 30 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗായ്സ്, അടുത്ത നമ്മളായിരിക്കുന്ന സെക്ഷൻസ് എന്ന് പറയുന്നത് ബുള്ളറ്റിന്റെ സെക്ഷൻസ് ആണ്. അതാ നിരന്നിരിക്കണം. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഡീറ്റെയിൽസ് വരുമ്പോൾ 2016 മോഡൽ ക്ലാസിക് ആണ്, സെൽഫ് വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഏകദേശം 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 78,000 രൂപ, വെറും 4,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. 4,000 രൂപ ഡൗൺ പേയ്മെന്റ്. 4,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുള്ളറ്റ് സ്വന്തമാക്കാം. നെക്സ്റ്റ് ഇരിക്കുന്നതും 2016 മോഡൽ ബ്ലാക്ക് കളർ, അതായത് കസ്റ്റമേഴ്സിന് നല്ല അതായത് ബ്ലാക്ക് കളറാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന കസ്റ്റമർ. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. നമുക്ക് ഇതും 78,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിരുന്നാൽ മതി. അടുത്ത ബുള്ളറ്റ് പിന്നെ വന്നിരിക്കുന്നത് സ്റ്റെൽത്ത് ബ്ലാക്ക് കളറാണ്. സ്റ്റെൽത്ത് ബ്ലാക്ക് ആണ് വരുന്നത്. 2020 മോഡൽ ക്ലാസിക് 200 ക്ലാസിക് 350 ആണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് 1,39,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം.
ഒരു 10-25,000 രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെന്റ് അടച്ചിരുന്നു. വണ്ടിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഇവർ തന്നെ ഇവിടെ വാട്ടർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് അതായത് വാട്ടർ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി തരത്തുള്ളൂ കയ്യിൽ. കാര്യം ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്കിത് പൊടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് അടിക്കുന്നതുകൊണ്ട് നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് 2 തവണ 3 തവണ ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കസ്റ്റമർ വന്ന് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ അന്നേരം കൊണ്ടുപോയി എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും നമ്മൾ. പിന്നെ വരുന്നത് ഹിമാലയൻ. അതായത് വണ്ടി ഇപ്പം നിലവിലില്ല, ഇപ്പം വണ്ടി നിർത്തിയിരിക്കുകയാണ്. പുതിയ മോഡലാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ഹിമാലയൻ ഭയങ്കര മാർക്കറ്റോട് കൂടിയുള്ളൊരു വണ്ടിയാണ്. 2021 മോഡൽ, കിലോമീറ്റർ 17,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വെറും 17,000 കിലോമീറ്റർ ഓടി. പ്രൈസ് വരുമ്പോൾ 1,89,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,89,000 ഫൈനലായിട്ട് 1,89,000. ഡൗൺ പേയ്മെന്റ് ഒരു 50 രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. 50, 45, 50 മാക്സിമം. കരോടെ രസീതുണ്ടെങ്കിൽ 45, 50. വീണ്ടും വരുന്നത് 2022 മോഡൽ സ്ക്രാം. ഹിമാലയൻ സ്ക്രാം ആണ് വീണ്ടും വന്നിരിക്കുന്നത്. കിലോമീറ്റർ 14,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ ഒരു വണ്ടിയാണ്. ഇതിന്റെ പ്രൈസ് 2022 മോഡൽ. ഇതിന്റെ പ്രൈസ് വരുന്നത് ഏകദേശം നമുക്കൊരു 1,89,000 കൊടുക്കാം. വണ്ടി എടുക്കാറുള്ളൂ. അതെ, സിംഗിൾ ഓണർ, മാക്സിമം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഗായ്സ്, ബ്ലാക്ക് എംറ്റി ആണ് ഇരിക്കുന്നത് നമ്മുടെ കയ്യിൽ. യുവാക്കളുടെ ഹരമായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. ഇത് 2021 മോഡലാണ്. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഏകദേശം 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. നീറ്റ് കണ്ടീഷനാണ് വണ്ടി. പിന്നെ സ്റ്റോക്കായിട്ട് വണ്ടി ഇരിക്കുന്ന വണ്ടി എല്ലാം നീറ്റ് കണ്ടീഷനാണ്. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന വണ്ടിയുടെ ഒക്കെ കണ്ടീഷൻ. വണ്ടി ഇത് സ്റ്റോക്ക് കണ്ടീഷനായിട്ടല്ല, അല്ലാതെ നോർമലി ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഊരി വെച്ചിട്ടാണ് വണ്ടി കസ്റ്റമർ നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ സ്റ്റോക്ക് സാധനങ്ങളെല്ലാം നമ്മളെ കയ്യിലുണ്ട് ഓൾറെഡി. അത് മറ്റൊരു കസ്റ്റമർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് സർവീസ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു 1,25,000 രൂപയ്ക്ക് നമുക്കിത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. നല്ല ക്ലീൻ ആക്കി കൊടുക്കാൻ പറ്റും. ഒരു ഗ്രീൻ ഡൊമിനാറാണ് ഇരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡ്വാൻസ് ആയതാണ്. കുഴപ്പമില്ല, ഡൊമിനാറൊക്കെ ഇനിയും വരുന്നുണ്ടല്ലേ? അതെ, ഇനി ഒരുപാട് വണ്ടികൾ നമുക്ക് ഇനിയും വരുന്നുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞു കൊടുത്തരാം. ഡീറ്റെയിൽസ് വരുമ്പോൾ 2019 മോഡൽ ഡൊമിനാർ 400 യുജിക്കാണ് വണ്ടി. കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഏകദേശം 25,000 കിലോമീറ്ററിനകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. നമുക്ക് സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 1,28,000 രൂപയ്ക്ക് നമുക്ക് ഈ യുജിക് മോഡൽ നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 1,28,000 ഒരു 18,000 20,000 രൂപയ്ക്കകത്ത് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, സ്വന്തമാക്കാം. അടുത്ത ഒരു റെഡ് ഡൊമിനാർ ഇരിക്കുന്നു. ഇത് ഡൊമിനാർ 250 ആണ്. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ വണ്ടിയാണ്. പ്രൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് 1,30,000 രൂപ വരുന്നുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഡൗൺ പേയ്മെന്റ് ഒരു 20,000 രൂപയ്ക്കകത്ത് അടച്ചാൽ. ടയറും കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമില്ല, പുതിയ ടയർ. അതെ, പുത്തൻ ടയറാണ് കിടക്കുന്നത്. പിന്നെ വരുമ്പോഴത്തേക്ക് 2017 മോഡലോട് കൂടിയ സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ്. ഒരു വീട്ടിൽ തന്നെ 2 പേര് മാറിയതാണ്. സെക്കൻഡ് ഓണർഷിപ്പോട് കൂടിയ ഡൊമിനാർ 400 ആണ് വണ്ടി. ഇതിന്റെ പ്രൈസ് ലോ പ്രൈസ് നമുക്ക് 96,000 രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 96,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഒരു 15,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റും. പിന്നെ വരുന്നത് എക്സ്പൾസ് ഇരിപ്പുണ്ട്. എക്സ്പൾസ് ഒരു 3 എക്സ്പൾസ് ഇരിപ്പുണ്ട്. ഇത് 2V ആണ് വരുന്നത്. എക്സ്പൾസ് 2V ഇരിപ്പുണ്ട്, 4V ഇരിപ്പുണ്ട്. രണ്ടും കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ കസ്റ്റമർ യൂസ്, അതായത് ഹിമാലയൻ മോഹിച്ച് പോണ ഒരു കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് എക്സ്പൾസ് 4V 2V. അതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 2Vക്ക് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് 94,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 94,000 രൂപയ്ക്ക്. 4V വരുമ്പോഴത്തേക്കും നമുക്ക് 1,18,000 രൂപയ്ക്ക്, അതായത് 2022 മോഡലാണ്. ഡൗൺ പേയ്മെന്റ് നമുക്കത് ഡൗൺ പേയ്മെന്റ് ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ വരുമ്പോഴത്തേക്ക് ഒരു 10,000 രൂപയ്ക്ക് നമുക്ക് 2022 2V ആണ്. 10 മാക്സിമം 15,000 രൂപ. പിന്നെ സിബിൽ സ്കോർ ബേസ് ചെയ്താണ് നമ്മൾ കസ്റ്റമർക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നത്. ബൈക്ക് ബസാറാണ് ഫിനാൻസ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും വന്നിരിക്കുന്നത് 2022 സിംഗിൾ ഓണർഷിപ്പോട് കൂടിയ എക്സ്പൾസ് 4V ആണ് വന്നിരിക്കുന്നത്. ഇതും സെയിം റേറ്റ് തന്നെ ആവും. ഏകദേശം ഒരു 1,18,000 നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ജാവ 2022 മോഡൽ. പിന്നെ ജാവയാണ് ഇരിക്കുന്നത്. ജാവ നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് കുറച്ച് മോശമാണ്. സർവീസ് കാര്യം നമുക്കിവിടെ കൊല്ലത്ത് സർവീസ് കുറച്ച് മോശമാണ്. പിന്നെ ബാക്കി എല്ലാ ജില്ലയിലും സർവീസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് 2021 മോഡലോട് കൂടി ഒരു ജാവയാണ്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്കും 1,18,000 നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വീണ്ടും വരുന്ന 2021 അലോയ്സോട് കൂടിയ ഒരു ജാവയാണ്. അത് നമുക്ക് കസ്റ്റമർക്ക് 1,78,000 കൊടുക്കാം. അതായത് ഒരു 18 രൂപ ഡൗൺ പേയ്മെന്റ്. 1,28,000. അതെ. പിന്നെ അവഞ്ചർ 2019 മോഡൽ അവഞ്ചറാണ് ഇരിക്കുന്നത്. അത് സെക്കൻഡ് ഓണർഷിപ്പോട് കൂടി ഒരു വണ്ടിയാണ്. നമുക്ക് പ്രൈസ് വരുമ്പോൾ 55,000 രൂപ കൊടുക്കാം. 5,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഇത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 5,000 രൂപ ഡൗൺ പേയ്മെന്റിൽ. പിന്നെ വീണ്ടും വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവഞ്ചർ 220 ആണ്.
പ്രൈസ് വരുമ്പോൾ 85,000 രൂപ പ്രൈസ്. 5000 കിലോമീറ്ററേ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 5000 കിലോമീറ്റർ. അതെ വെറും 5000 കിലോമീറ്റർ. ഡൗൺ പേയ്മെന്റ് ഒരു 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഡൗൺ പേയ്മെന്റ് 10,000 രൂപ അടച്ചാൽ. പിന്നെ ജിക്സർ 250 സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് സ്വന്തമാക്കാം. ജിക്സർ 250 പ്രൈസ് വരുമ്പോഴത്തേക്ക് 95,000 രൂപ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ജിക്സർ 150 ആണ് വരുന്നത്. 2021 മോഡലാണ്. ഇത് വരുമ്പോൾ 2020 ആണ്, ഇത് 2021 ഫസ്റ്റ് ഓണർഷിപ്പാണ്. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് ഏകദേശം 75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. 7,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ബാക്കി ഇരിക്കുന്ന എല്ലാം പൾസർ. പിന്നെ RS200 ആണ് ഇരിക്കുന്നത്. 2 RS200 2022 2018 ആണ് ഇരിക്കുന്നത്. പ്രൈസ് ഡൗൺ പേയ്മെന്റ് വരുമ്പോൾ 15,000 രൂപയാണ്. 1,35,000 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. 15,000 രൂപ ഡൗൺ പേയ്മെന്റ്. പിന്നെ 2018 മോഡലാണ് ഇരിക്കുന്നത്. 18 മോഡൽ നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 83 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് 13,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ 13,000. 13,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ V3 2018 മോഡൽ V3 തേർഡ് ഓണർഷിപ്പോട് കൂടിയ നല്ല നീറ്റായിട്ടുള്ള ഒരു വണ്ടിയാണ്. നല്ല നീറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചാൽ കസ്റ്റമർ കൊടുക്കാൻ പറ്റും. പിന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ V3 2021 മോഡലാണ്. കിലോമീറ്റർ 30,000 അതിനകത്തേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. നമുക്ക് പ്രൈസ് വരുമ്പോൾ 1,22,000 രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് ഒരു 20 രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കസ്റ്റം ചെയ്തൊരു വണ്ടിയാണ്. V1 വെർഷൻ 1 കസ്റ്റം ചെയ്ത് V2 ആക്കി വെച്ചിരിക്കുകയാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ല, സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർഷിപ്പ് 2017 മോഡലാണ് വണ്ടി. നമുക്ക് 15,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. 80,000 രൂപ പ്രൈസ് ആണ് വരുന്നത്. 80,000 രൂപ. പിന്നെ വരുന്നത് പറഞ്ഞാൽ CBR 2012 150 ആണ് വരുന്നത്. കസ്റ്റമർക്ക് നല്ല ഹരമായിട്ടുള്ളൊരു വണ്ടിയാണ് CBR എന്ന് പറഞ്ഞാൽ. 250 എന്ന് പറഞ്ഞാൽ ഇത് 150 ആണ് വരുന്നത്. 35,000 രൂപയാണ് പ്രൈസ് വരുന്നത്. 2012 മോഡൽ. പിന്നെ നിരന്നിരിക്കുന്ന വണ്ടികളെല്ലാം 2018 മേപ്പോട്ടുള്ള വണ്ടികളാണ്. എല്ലാം ഇരിപ്പുണ്ട്. എൻഡോർക്ക്, ഗ്ലാമർ, സ്പ്ലെൻഡർ ഇതെല്ലാം ഏജ്ഡ് ആയുള്ളവർക്കും ലേഡീസിനൊക്കെ യൂസ് ചെയ്യാം. സീറോ ലോ ഡൗൺ പേയ്മെന്റ് വണ്ടികളാണ് ഈ ഇരിക്കുന്ന എല്ലാം. ഗായ്സ് ഇവിടെ ഇരിക്കുന്ന വണ്ടിയെല്ലാം യുവാക്കളുടെ ഹരമായിട്ടുള്ള വണ്ടിയാണ്. ഈ RC എന്ന് പറഞ്ഞത് 4 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. വെറും 2.5 ലക്ഷം രൂപ ഉള്ളൂ. 4,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പുതിയ വണ്ടി കണ്ടതാ. ടയറും കാര്യങ്ങളെല്ലാം 2 ടയറും പുതിയ ടയറും. ആ റേഞ്ച് വരുന്ന വണ്ടികളാണ് ഈ ഇരിക്കുന്ന മൊത്തം. RC R15 V3 കണ്ടതാ ഫുള്ള്. നിങ്ങൾ പുതിയ വണ്ടിയോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ ഏത് വണ്ടി നമ്മളെ ഷോറൂം കണ്ടീഷൻ ലെവലിൽ ഇരിക്കുന്ന വണ്ടി ഏത് വണ്ടി എടുക്കുക ആയിരിക്കുന്നവരും മസ്റ്റായിട്ട് നമ്മളെ ഡിമോട്ടോഴ്സ് ഒന്ന് വിസിറ്റ് ചെയ്യണം. അപ്പം താഴെ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. വിളിച്ചിട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് സതീഷ് സമ്പത്രാജ്.